ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മുടെ ബ്യൂട്ടിഫുൾ ഗോവർദ്ധൻ ഹില്ലിൻ്റെ ഷേപ്പ് എങ്ങനെ അറിയാം? ഒരു പീകോക്ക് ഫെദർ പോലെ. അപ്പോൾ ഈ പീകോക്ക് ഫെദറിൻ്റെ അറ്റുണ്ടല്ലോ, പൂഞ്ച് എന്നാ പറയുക, ടെയിലിനെ പൂഞ്ച് എന്നല്ല പറയുക. അപ്പോൾ പൂഞ്ചിരി മീൻസ് ടെയിൽ എൻഡ് ഓഫ് ഗോവർദ്ധൻ. പൂഞ്ചിരി ഏരിയയിൽ there is a kunda which is called Poonchiri Kunda. And ഈ കുണ്ട ഒറ്റയ്ക്കുള്ള കുണ്ടല്ല, ഇറ്റ്സ് എ പേർഡ് കുണ്ട. പൂഞ്ചിരി കുണ്ട ആൻഡ് അപ്സര കുണ്ട ഒരുമിച്ചാണ്. എങ്ങനെയാണ് ശ്യാമകുണ്ട്, രാധാകുണ്ട് ഒരുമിച്ച്, അതേമാതിരി പൂഞ്ചിരി കുണ്ട ആൻഡ് അപ്സര കുണ്ട ടുഗെദർ. അതിലെ ഈ പൂഞ്ചിരി കുണ്ട് ഈസ് റെപ്രസെൻറ്റിങ് കൃഷ്ണ. സോ കൃഷ്ണൻ്റെ കുണ്ട ഫോമാണ് പൂഞ്ചിരി കുണ്ട്, which is also called Naval Kund, Naval Krishna. Krishna is always eternally young എന്നുള്ള അർത്ഥത്തിലാണ് നവൽ കൃഷ്ണ. അപ്പോൾ നവൽ കുണ്ടും തൊട്ടടുത്ത് തന്നെ അപ്സര കുണ്ട് റെപ്രസെൻറ്റ്സ് രാധാറാണി. അപ്പോൾ ഈ രണ്ട് കുണ്ടും നമ്മുടെ പൂഞ്ചിരി ടിപ്പ് ഓഫ് ഗോവർദ്ധൻ ഏരിയയിലാണ്. പൂഞ്ചിരിയിൽ പൂഞ്ചിരി കലോട്ട ബാബ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. അവിടെ when Krishna was going to Mathura, ക്രൂരൻ്റെ കൂടെ മധുരയിലേക്ക് പോകുമ്പോൾ what happened was that പൂഞ്ചിരിയിൽ വെച്ചിട്ട് there was this പ്രജവാസി ബാബാജി, കുറച്ച് പ്രായമായിട്ടുള്ളൊരു ബാബാജി ഉണ്ടായിരുന്നു. ബാബാജി അന്ന് കണ്ണന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സ്വീറ്റ് തയ്യാറാക്കി ഒരു ബൗളിലാക്കി മുട്ടയിലാക്കി റെഡി ആയിരിക്കുകയാണ്. പക്ഷേ കണ്ണനടുത്ത് ലാല പ്ലീസ് ഹാവ് ദിസ് എന്ന് പറയുമ്പോൾ കൃഷ്ണ ഇസ് നോട്ട് ബീറ്റിംഗ്. കൃഷ്ണൻ എന്താ പറയുക, ഇപ്പോൾ ഐ എം ഓൺ മൈ വേ ടു മധുര, ഞാൻ മധുരയിലേക്ക് പോവാണ്, അതൊന്നും ഇപ്പോൾ തിരക്കാണ്, ബട്ട് ഐ വിൽ കം ബാക്ക്. ബാബ ഐ വിൽ കം ബാക്ക് ആൻഡ് ഹാവ് യുവർ ഓഫറിങ്. അപ്പോൾ ഈ ലോട്ടാ ബാബയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് കൃഷ്ണൻ പോകുന്നത്, ഞാൻ ഉടനെ തിരിച്ചു വരും, ഐ വിൽ കം ബാക്ക് വെരി സൂൺ. അപ്പോൾ കൃഷ്ണൻ വന്ന് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം അടുത്ത പണിക്ക് വന്നിട്ട്. ഈ ലോട്ടാ ബാബ ഇസ് waiting for Krishna to return, waiting for Krishna to return, and still waiting for Krishna to return. So അതാണ് പൂഞ്ചിരി കലോട്ട ബാബ ടെമ്പിൾ. So ഇവിടെ what are we worshipping here? We are worshipping the devotion of a Brajavasi. നമ്മളിവിടെ കൃഷ്ണൻ തിരിച്ചു വന്നില്ല, hard hearted Krishna is. That is not what we are seeing. Krishna is the supreme personality of Godhead. കൃഷ്ണൻ്റെ വൈകുണ്ഠ ഗോലോക വൃന്ദാവനത്തിൽ ബ്രജവാസീസ് ആർ ഓൾവേസ് വിത്ത് കൃഷ്ണ. പക്ഷേ എൻറ്റയർ വൃന്ദാവനം കൃഷ്ണൻ്റെ മുന്നിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഭൂലോകത്തിലുള്ള ഈ വൃന്ദാവനത്തിൽ ഹി ഗെറ്റ്സ് എ സ്പെഷ്യൽ ഫ്ലേവർ. ഇവിടെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും കൃഷ്ണന്, ഗോലോകത്തിലില്ല. അത് എന്താത്? ഫ്ലേവർ ഓഫ് സെപ്പറേഷൻ. ആ ഫ്ലേവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ സെപ്പറേഷൻ്റെ ലീല ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് കൃഷ്ണൻ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് പോവുകയല്ല. ഇൻ ഫാക്ട് കൃഷ്ണ ഇൻക്രീസസ് ദെയർ ലവ് ബൈ ബീയിങ് നോട്ട് വിസിബിൾ ടു ദെം. അവർക്ക് കാണാൻ പറ്റാത്ത ദൂരത്തിലേക്ക് ഫിസിക്കലി പോകുന്നത് കൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് പ്ലേ സ്കൂളിൽ പോവാണ്. മീൻസ് ഇത്രയും നാൾ അമ്മയും കുഞ്ഞും പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല. അമ്മ എപ്പോഴും കുഞ്ഞിനെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ കുട്ടി ദൂരെയാണ്, കുട്ടീനെ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. പക്ഷേ ആക്ച്വലി അമ്മ ഇപ്പോൾ ഇതുവരെയുള്ളതിനേക്കാളും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ തിങ്കിങ് ഓഫ് ദ ചൈൽഡ്.
അതേപോലെയാണ് കൃഷ്ണ is increasing the flavor of love by being absent from the Brajvasis. So പൂച്ചിരിക്കലോട്ടഭാഗൻ്റെ അമ്പലം ആൻഡ് നവൽകുന്ന് അപ്സരക്കുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളാണ് നമുക്ക് പൂഞ്ചിരിയിലുള്ളത്. അത് കൂടാതെ ബ്യൂട്ടിഫുൾ വെരി ഓൾഡ് നരസിംഹദേവ്സ് ടെമ്പിൾ. നരസിംഹദേവ് ടെമ്പിള് ഒരു കുന്നിൻ്റെ മുകളിലാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് അവിടെ തന്നെ ഇന്നുണ്ടെന്നറിയാം there is a ശിവജീസ് ടെമ്പിൾ ഓൾസോ. മഹാദേവന്റെ ടെമ്പിൾ നമ്മൾ എല്ലായിടത്തും ഭഗവാന്റെ ടെമ്പിളിന് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. നമുക്ക് ഗുരുവായൂരാണെങ്കിലും മമ്മിയുണ്ടാകുന്നുണ്ട്, നമ്മളുടെ എഴുത്തച്ഛൻ്റെ തുഞ്ചൻമരത്തിൻ്റെ അടുത്തുള്ള ശ്രീരാമചന്ദ്രൻ ക്ഷേത്രമാണെങ്കിലും അടുത്ത് തന്നെ മഹാദേവന്റെ ക്ഷേത്രമുണ്ട്. സോ എവറിവെയർ ഈവൻ നമ്മുടെ ഉടുപ്പിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ബദ്രിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ എല്ലായിടത്തും ഡാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ കാവൽക്കാരൻ്റെ ധാമേശ്വർ ഡാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ റോളാണ് മഹാദേവനുള്ളത്. സോ ഇവിടെ നമുക്ക് ഡാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മഹാദേവനെ നമസ്കരിച്ചിട്ടാണ് നമ്മൾ നരസിംഹദേവിനെ തൊഴുന്നത്. ഇതേ ഏരിയയിൽ there is one more place we visited. ഇതൊക്കെ നമുക്ക് നമുക്ക് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. It was very wonderful to hear from Prabhuji. നെക്സ്റ്റ് നമ്മൾ കണ്ട സ്പോട്ട് എന്താണെന്ന് വെച്ചാൽ രാഘവ് പണ്ഡിറ്റ്സ് ഭജൻ കുട്ടീർ. Raghav Pandit's Bhajan Kutir പറ്റിയിട്ട് we'll discuss tomorrow in detail. Raghav Pandit, what is the speciality? Hare Krishna.